നിങ്ങളുടെ ഈ കറന്റ് സിറ്റുവേഷനിലുള്ള നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ മെസ്സേജസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അഡ്വൈസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ പലരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ടിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കണം. അതിൽ നിങ്ങളുടെ ലൈഫ് ഒത്തിരി സ്റ്റക്ക് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് നിങ്ങൾ ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലാണോ അതിനെ ഓർത്ത് നിങ്ങൾ വറി ചെയ്യരുത്. കാരണം ഇത് യൂണിവേഴ്സായിട്ട് തീരുമാനം എടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒന്നിച്ച് ചേരുമെന്നുള്ളത് ഒരുപാട് പേർക്ക് അതൊരു പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ഡിവൈൻ ടൈമിങ്ങിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീണ്ടും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ചാരിയറ്റ് ആണ്. അതുകൊണ്ട് ആ വ്യക്തിക്ക് ഏതൊരു സമയത്തും നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ വെയിറ്റ് ചെയ്യാണ്. ആ ഒരു മെസ്സേജ് കൂടി ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കാനായിട്ട് ആൻസിസ്റ്റേഴ്സ് വിചാരിക്കുകയാണ്. അതുപോലെ 9 ഓഫ് പെൻറ്റക്കിൾസ്, ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കണം. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെ ആയിരിക്കണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രോബ്ലം. പക്ഷെ ആ ഒരു പ്രശ്നം എന്താണ് ഗ്രാജുവലി കുറഞ്ഞു വരികയും നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള റിയൂണിയൻ പോസിബിൾ ആവുകയും ചെയ്യുന്നു എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. യെസ്, ഒരു പക്ഷേ ഈ പേഴ്സൺ അവരുടെ ലൈഫിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും പഠന മേഖലകളിലോ അല്ലെങ്കിൽ ആ വ്യക്തി ഉയർന്ന പഠനത്തിൽ പോവുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസിലോ ഒരുപാട് ബിസി ആയിട്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്, യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അതുപോലെ പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഉണ്ട്. നിങ്ങളെ ഒരു നിമിഷം പോലും ഇപ്പോൾ ഓരോരോ നിമിഷം ആ വ്യക്തിയുടെ ലൈഫിൽ കടന്നു പോകുമ്പോഴും ആ വ്യക്തി ഓരോ നിമിഷത്തിലും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അത് ഒരു ഹാപ്പി മൊമെന്റ് ആയിട്ടാണ് ആ വ്യക്തി എപ്പോഴും കരുതുന്നത്. ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ആ വ്യക്തിക്ക് മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമാണ്. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എങ്കിൽ പോലും ഒരു ഡിവൈൻ ടൈമിങ്ങിൽ അവരുമായിട്ട് ഒരു റീയൂണിയൻ വേണം എന്ന് വളരെ ഉറപ്പിച്ചിട്ടുള്ള, മനസ്സിൽ ഒരുപാട് ഉറച്ച തീരുമാനങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. യെസ്, അവരുടെ ലൈഫിലുള്ള മറ്റ് കാര്യങ്ങളെല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു റീകൺസിലേഷനാണ്. നിങ്ങളുടെ ആ ഒരു നല്ല നല്ല മൊമെന്റ്സ്, റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന മൊമെന്റ്സുകളാണ് അവരുടെ ലൈഫിലെ ഹാപ്പിനെസ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. ആ വ്യക്തിയുടെ ലൈഫിലുള്ള മറ്റു വെൽത്ത് കാര്യങ്ങളൊന്നും ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഹാപ്പിനെസ് മാത്രമാണ് ആ വ്യക്തിയുടെ ലൈഫിൻ്റെ വെളിച്ചം എന്ന് ആ വ്യക്തി ഒരു സമയം മനസ്സിലാക്കുന്നു. യെസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരിക്കലും അപ്സെറ്റ് ആവരുത് എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഡേ ആൻഡ് നൈറ്റ് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ചിന്തകളിലൂടെ ഇങ്ങനെ ഓവർ തിങ്കിങ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ ഒരു ചെറിയ പിണക്കമായിരിക്കാം, പക്ഷെ നിങ്ങൾ അതിനെ ചിന്തിച്ച് ചിന്തിച്ച് വലിയ വലിയ പ്രശ്നങ്ങളാക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തകൾ നിങ്ങളിൽ നിന്നും മാറ്റി വെക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ ആർക്കും ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഈഗോ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും മുന്നിൽ തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു ഭാവം മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അത് ഗ്രാജുവലി ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഈ ഒരു പ്രശ്നം ഗ്രാജുവലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കാണ് ആ ഒരു പ്രോബ്ലം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ക്ഷമിക്കുക. അവർക്ക് കുറച്ച് എന്താണ്
അവർക്ക് കുറച്ച് നിങ്ങൾ ഒരു സ്പേസ് കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റിയൽ വാല്യൂ ഒരു സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. റിയൽ ലവ് എന്താണ് എന്ന് നിങ്ങളെ ആ വ്യക്തിയെ പഠിപ്പിച്ചത് മേ ബി നിങ്ങളുടെ ഒരു പ്രസൻസ് ആയിരിക്കാം. ഈ ഈ ഒരു സമയത്ത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളുടെ റിയൽ വാല്യൂ, നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ വാല്യൂ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോവില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിക്കാതെ നിങ്ങൾ കൊടുക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഒരുപാട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് നിരാശ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഒരു കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. യെസ്, എവ്രി വൺ ഹാസ് വാല്യൂ. അതായത് നിങ്ങൾക്കായാലും നിങ്ങളുടെ പേഴ്സൺ ആയിരുന്നാലും ഓരോ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളോടുള്ള സെൽഫ് ലവ് അത് നിങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ആൻഡ് എക്സ്പ്രസ് യുവർ ഫീലിങ്സ്. അതെ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒതുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നോ, നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങൾ ഈ സിറ്റുവേഷൻ നിങ്ങൾ കടന്നു പോകുന്നതെന്നോ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക. ഓക്കെ. അതായത് നിങ്ങൾക്ക് ഒരുപാട് ടാലൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ തന്നെ സ്റ്റക്ക് ഇരിക്കാതെ ഈ ഒരു സ്റ്റക്ക് പൊസിഷനിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു സമയമായിരിക്കണം. മേ ബി ഇതൊരു നല്ല റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ പോലും ഈ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ. കാം ഈസ് നോട്ട് എ വീക്ക്നെസ്. അതെ, നിങ്ങളിപ്പോൾ വളരെ ശാന്തരായിട്ടിരിക്കുന്നുണ്ടാവും. അത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് നിങ്ങൾ കരുതണ്ട. ഓക്കെ. അപ്പോൾ നിങ്ങൾ വളരെയധികം നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കണം. യെസ്, യു ആർ ഹിയർ ഫോർ എ റീസൺ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിലുള്ളതിന് അതിൻ്റെതായിട്ടുള്ള ഒരു റീസൺ ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ്. മേ ബി ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് അത്തരം ഫീലിങ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡിവൈനിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്.